നമസ്കാരം. KCV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഊട്ടുതിരുനാളായ കണ്ണമാലി വിശുദ്ധ ഔസേപ്പിതാവിന്റെ നേർച്ചസദ്യയിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങൾ കണ്ണമാലിയിലെത്തി. കണ്ണമാലിയിൽ പുതിയതായി നിർമ്മിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ കപ്പേളയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. എറണാകുളം കൊല്ലം മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചു. പള്ളുരുത്തി തനിമ സാംസ്കാരിക വേദി സുകുമാർ അഴീക്കോട് അനുസ്മരണവും ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഊട്ടുതിരുനാളായ കണ്ണമാലി വിശുദ്ധ ഔസേപ്പിതാവിന്റെ നേർച്ചസദ്യയിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങൾ കണ്ണമാലിയിലെത്തി. രാവിലെ 8 മണിക്ക് ആരംഭിച്ച നേർച്ചസദ്യ കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തു. കണ്ണമാലി വിശുദ്ധ ഔസേപ്പിതാവിന്റെ നേർച്ചസദ്യ തിരുനാൾ പങ്കെടുക്കാൻ പതിനായിരങ്ങൾ കണ്ണമാലിയിലെത്തി. രാവിലെ 7 മണിയോടെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ തിരുനാൾ സമൂഹ ദിവ്യബലി അർപ്പിച്ചു. സുവിശേഷം മുഴുവൻ തപ്പി നോക്കിയാൽ 4 വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹന്നായുടെ ഒരു പാട്ടും പാടിയതായിട്ട് വിശുദ്ധ സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവളെല്ലാം സംഗ്രഹിച്ചു എന്നാണ്. ഇപ്പോഴേ ഈ 2 മനുഷ്യര് കാര്യമായിട്ടൊന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ നാവിനെ നിയന്ത്രിച്ച് കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ തെറ്റില്ലാത്ത ആധികാരികമായ വചനം മാത്രം പറയുന്ന ഒരു പുത്രനെ ലോകത്തിന് കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ സദാനേരവും സംസാരമാണ്. എല്ലാ സംസാരവും 2 കാര്യത്തിലൊതുങ്ങും: പരാതി, പരിഭവം. ഇത് മുഴുവനും ജീവിതം മുഴുവൻ നമുക്ക് പരാതിയാണ്. ജീവിതം മുഴുവൻ പരിഭവം പറച്ചിലായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ തൻ്റെ 3-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവസ്തുതിക്ക് വേണ്ടി മാത്രം നാവിനെ ഉപയോഗിക്കണം. ബലി അർപ്പണത്തിന് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപവും എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു. പ്രദക്ഷിണത്തിന് ശേഷം ബിഷപ്പ് നേർച്ച വിഭവങ്ങൾ ആശീർവദിച്ചു. ആശീർവാദ കർമ്മങ്ങൾക്ക് ശേഷം ഒരു സാധു കുടുംബത്തിന് ബിഷപ്പ് നേർച്ച സദ്യ വിളമ്പി. കണ്ണമാലി മുട്ടുങ്കൽ ഫ്രാൻസിസ് സേവ്യറിനും ഭാര്യ പുഷ്പയ്ക്കും മകൻ ലിതിനുമാണ് ബിഷപ്പ് നേർച്ച സദ്യ വിളമ്പിയത്. ഇവർക്ക് പുതുവസ്ത്രങ്ങളും സമ്മാനിച്ചു. രാവിലെ 8 മണിയോടെയാണ് നേർച്ച സദ്യ ആരംഭിച്ചത്. 10 കൗണ്ടറുകളിലൂടെയാണ് ഭക്തജനങ്ങൾക്ക് നേർച്ച സദ്യ നൽകിയത്. 1 ലക്ഷം പേർക്കുള്ള സദ്യയാണ് സെന്റ് ജോസഫ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരുന്നത്. ഞായറാഴ്ച മുതൽ കണ്ണമാലിയിലേക്കുള്ള ഭക്തജന പ്രവാഹം ആരംഭിച്ചിരുന്നു. തിങ്കളാഴ്ച ഉച്ചയായതോടെ പതിനായിരങ്ങളാണ് നേർച്ചസദ്യയിൽ പങ്കെടുക്കാൻ കണ്ണമാലിയിൽ എത്തിച്ചേർന്നത്. രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രിയിലും തുടരുകയാണ്. ഇടവക വികാരി ഫാദർ ജോസി കടനാട്ടുതറ, ജനറൽ കൺവീനർ റോയി ബാലുമേൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നേർച്ച സദ്യ നടക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാളിനോടനുബന്ധിച്ച് കൊച്ചിയിലെ വിവിധ ദേവാലയങ്ങളിലും കപ്പേളകളിലും നേർച്ച സദ്യ നടന്നു. ചിറക്കൽ സെന്റ് ജോസഫ് പള്ളിയിൽ ഇടവക വികാരി ഫാദർ തോമസ് പനക്കൽ നേർച്ച വിഭവങ്ങൾ ആശീർവദിച്ചു. ചിറക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമൂഹ ദിവ്യബലിക്ക് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപവും എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിനും ശേഷമാണ് നേർച്ചസദ്യ ആരംഭിച്ചത്. ഇടവക വികാരി ഫാദർ തോമസ് പനക്കൽ നേർച്ച വിഭവങ്ങൾ ആശീർവദിച്ചു. തുടർന്ന് ഒരു സാധു കുടുംബത്തിന് നേർച്ചസദ്യ വിളമ്പിക്കൊണ്ട് നേർച്ചസദ്യ ആരംഭിച്ചു. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ കപ്പേള, മുണ്ടമ്പേലി സെന്റ് ലൂയിസ് ചർച്ച്, ചുള്ളിക്കൽ പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലും നേർച്ചസദ്യ നടന്നു. കണ്ണമാലിയിൽ പുതിയതായി നിർമ്മിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ കപ്പേളയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ആശീർവാദന കർമ്മം നിർവഹിച്ചു. കണ്ണമാലിയിൽ 5000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ കപ്പേളയുടെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ശില ആശീർവദിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രി തറക്കല്ലിട്ടത്. ഈ കപ്പേളയിൽ വരുന്നവര് സഭയുടെ മൂലക്കല്ലായ യേശുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവരും പരസ്നേഹത്തിൽ ശക്തി പ്രാപിച്ചവരുമായി തീരുവാനും ഇതിന്റെ നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആരോഗ്യത്തോടും മനസാന്നിധ്യത്തോടും കൂടി ഇതിന്റെ പൂർത്തീകരണം എത്രയും വേഗം ആനന്ദിക്കുവാനും നല്ലവനായ ദൈവത്തിന് സ്തുതിയും നന്ദി അർപ്പിക്കുവാനും നമുക്ക് ഇടയാകുമാറാകട്ടെ. അങ്ങ് സ്നേഹപൂർവം ആശീർവദിക്കണമേ. ഈ ശിലയിന്മേൽ പണിതീർക്കപ്പെടുന്ന ഈ കപ്പേള
അങ്ങനെയുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകവും അങ്ങേ സാന്നിധ്യത്തിന്റെ അടയാളവുമാകുമാറാകട്ടെ. ഇതിന്റെ പണി പരിസമാപ്തിയിലെത്തിക്കുവാൻ അങ്ങ് നിങ്ങളോടൊപ്പം ഇവിടെ ഇതോട് അനുബന്ധിച്ച് ചേർന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. 107ാമത് തിരുനാൾ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ആദ്യം വിളിച്ചത് കിട്ടിയ ഒരവസരം ഉപയോഗിച്ച് ഞാനിവിടെ വരാമെന്ന് തോമസ് മാസ്റ്ററോട് സമ്മതിക്കുകയും അതനുസരിച്ച് ഇവിടെ സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചു. ഞാൻ അതിൻ്റെ പിതാവിൻ്റെ ഒരു അനുവാദം മേടിച്ചു. ഇത് കഴിഞ്ഞാൽ ഉടനെ എന്നെ ഒന്ന് പോകുന്നതിന് കാരണം എനിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു യാദൃശ്യമായിട്ട് ഉള്ള ഒരു കാര്യത്തിൽ എത്തേണ്ടതായിട്ടുണ്ട്. അത് പിതാവിൻ്റെ അനുമതിയും മേടിച്ചുകൊണ്ടാണ് ഞാൻ. കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ അധ്യക്ഷനായി. കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ.വി. തോമസ്, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ. ബാബു, MLA-മാരായ ഡൊമിനിക് പ്രസന്റേഷൻ, ഹൈബി ഈഡൻ, ഇടവക വികാരി ഫാദർ ജോസി കണ്ടനാട്ടുതറ, പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. മ്യൂസിയം ഉൾപ്പെടെ 6 നില ഉയരമുള്ള കപ്പേള പുറംകടലിൽ നിന്നും കാണാവുന്ന നിലയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കണ്ണമ്മാലി പള്ളിയിലെ ഊട്ടുതിരുനാൾ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പുതിയ കപ്പേളയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജാതിമത ഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ സമൂഹത്തിന് മാതൃകയാണെന്നും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ഈ തിരുനാളെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഈ കണ്ണമ്മാലി പള്ളിയിൽ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിന് നിങ്ങൾ കലാകാലങ്ങളിൽ പല പ്രവർത്തന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ കാണുന്നതിന് അതൊക്കെ വിജയകരമായി മുമ്പോട്ട് വരുന്നുവെന്ന് കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. എനിക്കൊരു കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ ശക്തി, നമ്മുടെ സമൂഹത്തിന്റെ ആത്മവിശ്വാസം സമുദായ സൗഹാർദ്ദമാണ്. എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നിന്ദിക്കാതെ, അവഹേളിക്കാതെ, അധിക്ഷേപിക്കാതെ പരസ്പര വിശ്വാസത്തോടെ, പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. തീരദേശത്തെ ജനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കടലിൽ 2 മത്സ്യത്തൊഴിലാളികൾ വെടിയേറ്റ് മരിക്കാനിടയായ സംഭവവും കപ്പലിടിച്ച് 5 തൊഴിലാളികൾ മരണമടഞ്ഞ സംഭവവും ഏറെ ഗൗരവത്തോടെയാണ് സർക്കാർ കണ്ടത്. രാജ്യത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവും. മരണമടഞ്ഞ പാവപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരവും സർക്കാർ നേടിക്കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള നടപടികൾ മാത്രം, അതിനകത്ത് എന്തെങ്കിലും പരാമർശം ചെയ്യുന്ന സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള ജുഡീഷ്യറി, ആ ജുഡീഷ്യറിയില് അവർക്ക് കാര്യങ്ങൾ പറയാം എന്ന് മാത്രമല്ല, അവർക്ക് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അവര് ആവശ്യപ്പെട്ടിട്ടുള്ള ന്യായമായ കാര്യങ്ങളൊക്കെ ജുഡീഷ്യറി സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് എതിർക്കാനും പോയിട്ടില്ല. ഒരു ദിവസത്തെ വേതനം കൊണ്ട് 1 മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള നിയമമാണ് ഭക്ഷ്യ സുരക്ഷാ നിയമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു സാമൂഹ്യ സുരക്ഷാ പരിപാടി തോമസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതുപോലെ റൈറ്റ് ടു ഫുഡ്, ഭക്ഷ്യ സുരക്ഷാ പദ്ധതി. നമ്മളെ സ്വാതന്ത്ര്യം നേടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ പൂർണ്ണമായും പട്ടിണി മാറിയെന്ന് അവകാശപ്പെടാൻ ആവില്ല. പക്ഷേ പട്ടിണി മാറുന്ന ഏറ്റവും അത്യാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലത്തെ നമുക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ച് 100% അഭിമാനത്തോടെ സംസാരിക്കാൻ സാധിക്കും. എറണാകുളം കൊല്ലം മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച സർവീസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്രമന്ത്രി കെ.വി. തോമസും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു.
മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന ഒച്ച കുറഞ്ഞ മൈമൂ തീവണ്ടി കേരളത്തിലെ പാളങ്ങളിലൂടെയും ഓടിത്തുടങ്ങി. എറണാകുളത്തു നിന്നും കൊല്ലത്തേക്കുള്ള ആദ്യ സർവീസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ്, സംസ്ഥാന മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, കെ ബാബു, MP മാരായ പി രാജീവ്, ചാൾസ് ഡേസ്, MLA മാരായ ഹൈബി ഈഡൻ, ഡൊമിനിക് പ്രസന്റേഷൻ, കൊച്ചി മേയർ ടോണി ചമ്മണി, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയവരും മുഖ്യമന്ത്രിയോടൊപ്പം പുതിയ തീവണ്ടിക്ക് പച്ചക്കൊടി വീശി. എറണാകുളത്തു നിന്നും ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും സഞ്ചരിക്കുന്ന 2 മെമു ട്രെയിനുകളാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. 8 കോച്ചുകളുള്ള മെമുവിൽ ഒരു കോച്ചിൽ 120 പേർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. കഴിഞ്ഞ റെയിൽവേ ബജറ്റിൽ അനുവദിച്ച മെമു തീവണ്ടികളാണ് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മെമു ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. നമുക്ക് കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിലായിട്ട് 3 മെമോസ് ആണ് അനുവദിച്ചിരുന്നത്. അതിലെ 2 എണ്ണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഈ കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിലെ ഒരെണ്ണം കൂടെ കിട്ടാനുണ്ട്. പുതിയ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള 2 എണ്ണം, അതുൾപ്പെടെ 3 എണ്ണമാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഈ വർഷത്തിൽ തന്നെ അതുണ്ടാവും. പള്ളുരുത്തി തനിമ സാംസ്കാരിക വേദി സുകുമാർ അഴീക്കോട് അനുസ്മരണവും ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചു. കച്ചേരിപ്പടിയിൽ നടന്ന ഫോട്ടോ പ്രദർശനവും അനുസ്മരണ യോഗവും പ്രശസ്ത സാഹിത്യകാരൻ KL മോഹനവർമ്മ ഉദ്ഘാടനം ചെയ്തു. മലയാള സാഹിത്യത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുകുമാർ അഴീക്കോടെന്ന് KL മോഹനവർമ്മ പറഞ്ഞു. അഴീക്കോട് അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്ന ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മോഹനവർമ്മ. അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വെല്ലാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല. മലയാളത്തെ ഭംഗിയായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത ഒരു പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ക്രിക്കറ്റിലാണെങ്കിലും സിനിമയിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും ഒക്കെ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാകാം. സാഹിത്യത്തിൽ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാകാൻ വിഷമമുണ്ട്. സാഹിത്യം അത് എഴുതപ്പെട്ട സാഹിത്യം എഴുതിയിരിക്കുന്നത്. സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ വരും. ശരിക്കും പറഞ്ഞാൽ അതിന് പിന്നെയുള്ള സൂപ്പർ സ്റ്റാർ ഡയറക്ടർമാരാണ്. പക്ഷേ ഒരിക്കലും അവർ ഡയറക്ടറാവുന്ന താരങ്ങളായിരിക്കും. കളികളിലും പലപ്പോഴും. യോഗത്തിൽ തനിമ പ്രസിഡന്റ് ഇസ്മായിൽ അധ്യക്ഷനായി. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി MV ബെന്നി മുഖ്യപ്രഭാഷകനായി. സിറാജുദ്ദീൻ, വിജയൻ എന്നിവർ സംസാരിച്ചു. കേരളകൗമുദി തൃശൂർ യൂണിറ്റ് ഫോട്ടോഗ്രാഫർ റാഫി M ദേവസി പകർത്തിയ സുകുമാർ അഴീക്കോടിന്റെ ഫോട്ടോഗ്രാഫുകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പള്ളുരുത്തിയിൽ സംഘടിപ്പിച്ച ഏകദിന ഫുട്ബോൾ മത്സരത്തിൽ റിയൽ FC കുമ്പളങ്ങി വിജയിച്ചു. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് റിയൽ FC കുമ്പളങ്ങി പള്ളുരുത്തി STPI സ്കൂൾ ടീമിനെ പരാജയപ്പെടുത്തിയത്. R ത്യാഗരാജൻ സമ്മാനദാനം നിർവഹിച്ചു. പള്ളുരുത്തി യൂത്ത് കൗൺസിൽ, കൊച്ചിൻ ട്രസ്റ്റും നെഹ്റു യുവകേന്ദ്ര സംഘദാനും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. 4 ടീമുകളാണ് മത്സരിച്ചത്. ആദ്യ മത്സരം ഓക്സേലിയം മണിപ്പൂരി സ്റ്റുഡൻസും FC കുമ്പളങ്ങിയും തമ്മിലായിരുന്നു. ഈ മത്സരത്തിൽ FC കുമ്പളങ്ങി വിജയിച്ചു. 2ാം മത്സരത്തിൽ വിജയിച്ച SDPI സ്കൂളുമായാണ് ഫൈനലിൽ FC ഏറ്റുമുട്ടിയത്. മത്സരത്തിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് FC വിജയിച്ചു. സമാപന ചടങ്ങ് കൊച്ചി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R ത്യാഗരാജൻ ഉദ്ഘാടനം ചെയ്തു. കളിക്കാൻ അവസരം കുറഞ്ഞ സ്ഥലങ്ങളാണ് നമുക്കുള്ളത്. കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള കളിസ്ഥലങ്ങൾ വളരെ അപര്യാപ്തമായതിനാൽ കായിക ലോകത്തിന് തന്നെ ഒരു നഷ്ടമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ കളിസ്ഥലങ്ങൾ നാം കണ്ടെത്തുന്നു. കായിക പ്രേമികളെ വളർത്താൻ എല്ലാവരും സഹായിക്കുന്നു. ഈ വിപിൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് ക്ലബും നെഹ്റു യുവകേന്ദ്രയും കൂടി സംയുക്തമായി നടത്തിയ ഈ ഫുട്ബോൾ മേള നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് പോയിട്ടുള്ളതാണ്. YCC ട്രസ്റ്റ് പ്രസിഡന്റ് PA സുരേന്ദ്രൻ അധ്യക്ഷനായി. CT തങ്കച്ചൻ, MS സുരേഷ് ബാബു, PS വിപിൻ കുമാർ, AN ദിനേശ് ബാബു, NX ബെന്നി എന്നിവർ സംസാരിച്ചു. നെഹ്റു യുവകേന്ദ്രം എറണാകുളം ജില്ലാ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ജെയിൻ ജോർജിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. R ത്യാഗരാജൻ ജെയിൻ ജോർജിനെ പൊന്നാടയണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. മത്സരത്തിൽ വിജയിച്ച ടീമുകൾക്കും ത്യാഗരാജൻ സമ്മാനങ്ങൾ നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഊട്ടുതിരുനാളായ കണ്ണമാലി വിശുദ്ധ ഔസേപിതാവിന്റെ നേർച്ചസദ്യയിൽ പങ്കെടുക്കാൻ 10,000 കണ്ണമാലിയിലെത്തി. കണ്ണമാലിയിൽ പുതിയതായി നിർമ്മിക്കുന്ന വിശുദ്ധ ഔസേപിതാവിന്റെ കപ്പേളയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. എറണാകുളം കൊല്ലം മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചു. പള്ളുരുത്തി തനിമ സാംസ്കാരിക വേദി സുകുമാർ അഴീക്കോട് അനുസ്മരണവും ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.